അവരോട് വരാൻ പറയൂ. ശരി മാഡം. ഇരിക്കൂ. അച്ഛാ സൂക്ഷിച്ച്. കാല് തട്ടരുത്, കാല് തട്ടരുത്. മുകളിൽ കയറി ആ അവിടെ ഇരിക്കും കേട്ടോ. കൈ ഇവിടെ ഫ്രണ്ട് ഇവിടെ പിടിച്ചു. ഞങ്ങൾ ഇന്നലെ അപ്പോയിൻമെന്റ് എടുത്തായിരുന്നു. അത് നിങ്ങളായിരുന്നു അല്ലേ? ഞങ്ങളുടെ സ്വപ്നക്കൂട്ടിൽ 100ഓളം അച്ഛനന്മാരുണ്ട്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഞങ്ങൾ അച്ഛനെ ഇവിടെ സ്ഥിരമായി നിർത്താൻ കൊണ്ടുവന്നതല്ല. 2 മാസം മതി. കാരണം മൈസൂർ പോകേണ്ടതുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ചാണ് പോകേണ്ടത്. അപ്പൊ വീട്ടിലാരും ഇല്ല, അതുകൊണ്ടാ. അച്ഛന് ഞങ്ങൾക്ക് ജീവനാണ്. അമ്മ മരിക്കാൻ സമയം എൻ്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് പാറു നിന്നെ ഞാൻ ഏൽപ്പിക്കുവാന്ന് പറഞ്ഞു. ആ അമ്മയുടെ വാക്കുകൾ. നീ എന്താ ഈ കരയണേ? എന്താ ഇത് കരയാതെ? മാഡം, ഇവിടെ പലരും ഉണ്ട് ചേട്ടന്മാര്. അവരുടെ അടുത്തൊന്നും എനിക്ക് അച്ഛനെ ആക്കാൻ മനസ്സനുവദിക്കുകയില്ല. കാരണം ഇവിടെ ആകുമ്പം ഒന്നിനും ഒരു കുറവുണ്ടാവില്ലല്ലോ. അച്ഛനിവിടെ ഒരു കുറവും ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലും അസുഖം? ഏയ്, എൻ്റെ അറിവിൽ ഒരു അസുഖവും അച്ഛൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മക്കളുടെ കൂടെ അച്ഛൻ ക്രിക്കറ്റ് കളിക്കുന്നത്. അച്ഛൻ ആവശ്യമായ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ബാഗിലെല്ലാം ഉണ്ട് മാഡം. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി, അങ്ങനെ ആവട്ടെ. ഞങ്ങളെ അന്യരായി കാണരുത്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണേ. കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങുക. അച്ഛാ, ഇത് സ്വന്തം വീട് പോലെ നോക്കിക്കോണം കേട്ടോ. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞങ്ങൾ ഇറങ്ങുക. 2 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വരികയല്ലേ അച്ഛനെ കൊണ്ടുപോകാനായിട്ട്. അച്ഛാ, ഇത് കയ്യിൽ വെച്ചു. ഇത് കയ്യിലിരിക്കട്ടെ കേട്ടോ, ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോ എനിക്കൊരു ഉമ്മ തന്നിട്ട് പോടാ. ഹലോ. ഹലോ. അപ്പു സാറല്ലേ? അതെ.
ഞാൻ സ്വപ്നക്കുട്ടിൽ നിന്ന് വിജയ വിളിക്കുന്നത്. ഇങ്ങോട്ടോ നിങ്ങൾ സംസാരിച്ച ഞാൻ സംസാരിച്ചോ. ഹലോ, ഞാൻ പാറുവാ, പറഞ്ഞോ. അച്ഛന് തീർത്തും സുഖമില്ല. നിങ്ങൾ വന്ന് കൊണ്ടുപോകണം. നല്ല ട്രീറ്റ്മെന്റ് വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒന്നും തോന്നരുത്. ഇപ്പൊ അച്ഛനെ അവിടെ നിന്ന് കൊണ്ടുവരാനോ ചികിത്സിക്കാനോ ഞങ്ങൾക്ക് നേരെയില്ല. എനിക്ക് അല്പം തിരക്കുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. അച്ഛന് 2 കിഡ്നിയും വീക്കാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. തള്ളേ, നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, വെളിയിലേക്ക് ഇറക്കി വിട്ടേക്ക്. എവിടെയാണോ തെണ്ടിത്തരം ജീവിച്ചോളൂ. ഇനി മേലിൽ അയാളുടെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട്. അച്ഛന്റെ ഈ അവസ്ഥ വരാതിരിക്കാൻ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങൾ നോക്കിയൊന്നും പേടിപ്പിക്കണ്ട. ഇപ്പൊ കൊണ്ട തല വെച്ചു കൊടുത്താൽ ഈ കുരിശ് നമ്മുടെ പടലിക്കിരിക്കും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ വേണ്ട. അച്ഛാ, അച്ഛന് എവിടെ പോവാ? അച്ഛന് മുറിക്ക് വെളിയിൽ എങ്ങോട്ട് പോവാ? ഞാൻ പോകുവാ ഇവിടുന്ന്. അച്ഛൻ അങ്ങോട്ട് പോകണ്ട അച്ഛാ, അച്ഛൻ ഇങ്ങോട്ട് വാ. അച്ഛൻ അകത്തോട്ട് വാ. അച്ഛൻ പോയി കിടന്നേ. എന്നെ തടയണ്ട, എന്നെ വിട്ടേക്കൂ, ഞാൻ പോകുക. എന്താ അച്ഛ പ്രശ്നം? എന്തുണ്ടായി? മോള് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്ങോട്ടെങ്കിലും ഞാൻ പൊക്കോളാം. വേണ്ടച്ച, അച്ഛനെങ്ങും പോകുന്നില്ല. മറ്റുള്ള അച്ഛനമ്മമാരോടൊപ്പം അച്ഛനെയും ഞാൻ സംരക്ഷിച്ചോളാം. ഇതൊരു കഥ. ഇതുപോലെ ഓരോ അച്ഛനമ്മമാർക്കും പറയാൻ ഓരോ കഥകളുണ്ട്. ഇവിടെ താമസിക്കുന്ന അച്ഛനോ അമ്മയോ മരണപ്പെട്ടാൽ മരണവിവരം അറിയിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ട്. ബോഡി 3 ദിവസം ഞങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം കണ്ണീരോടെ ചടങ്ങുകൾ നടത്തുമ്പോൾ എൻ്റെ മനസ്സും തേങ്ങാറുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? ഈ കൊച്ചു കേരളത്തിന്റെ വ്യവസ്ഥിതി എന്താണ് ഇങ്ങനെയായി തീർന്നത്? ആരാണ് തെറ്റുകാർ?